ഹലോ മിസ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈറ്റ് കാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്, ഓക്കെ ആൻഡ് സർവൈവ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റി OP ഗെയിമിംഗ് E4D എന്നുള്ള പേര് DZ കാലൻ DZ കാലൻ. അപ്പോൾ സംഭവം OP ഗെയിമിംഗ് E4D ഒരു നല്ല ഒരു ഗുമ്മില്ല. അപ്പോൾ ഞാൻ പേര് മാറ്റി. ഞാനിത് ഓക്കെ സർവൈവ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വന്നിരിക്കണേ. തുടക്കത്തിൽ തന്നെ റോപ്പ്, പിന്നെ റോപ്പ് തന്നെ. അതിൻ്റെ നമുക്ക് കളി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗണ്ണ് കിട്ടിയിരിക്കണേ. എന്ത് ഗണ്ണെന്നറിയോ? നമ്മൾ ഈ ഹുക്കുള്ള ഗണ്ണ്. ആ ഗണ്ണ് ഇട്ടിങ്ങനെ. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറയണേ. ഇതിപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് കണ്ട് അവിടെ ഷാർക്ക് ഉണ്ടോ? നമ്മൾ കടലിലല്ലേ. അവിടെ ഷാർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഷാർക്കിനെ പിടിച്ച് ഫ്രൈ ആക്കാം. അവിടെ പിന്നെന്തോ ഒരു സാധനം കൂടി ക്രാഫ്റ്റ് ആക്കാൻ പറഞ്ഞേ. ഞാൻ എല്ലാം ക്രാഫ്റ്റ് ആക്കിയാണ്. പിന്നെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞേ. ബേസ് ബിൽഡ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മളെ ബാഗിൽ എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ അതേമാതിരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. കാരണം പരീക്ഷ കഴിഞ്ഞ് സ്പോട്ടിൽ തന്നെ ഫോൺ കേടന്ന്. പിന്നെ മാറ്റിച്ച് പുതിയ ഫോൺ വാങ്ങിക്കണേ. അപ്പോൾ ഇത് വേറെ ഫോണാണ്. നമുക്കത് ഇങ്ങനെ ഓരോ പെട്ടി ലൂട്ടല്ലാ തോന്നുന്നുണ്ട് പണി. എന്നിട്ട് ഓരോ പെട്ടി ലൂട്ടുമ്പോൾ ഓരോ ക്രാഫ്റ്റ്. അങ്ങനെ വെള്ളം കോരാനുള്ളതാ അല്ലേ? അറിയില്ല. ഇത് വെള്ളം കോരാനുള്ളതല്ല തോന്നുന്നുണ്ട്. അതന്നെ. നമുക്ക് സാൾട്ട് വാട്ടർ ചൂടാക്കണം. എന്നിട്ട് അതിലത്തെ സാൾട്ട് നമുക്ക് ഒഴിവാക്കണം. ഇനി നമുക്ക് ഓരോ പെട്ടികൾ പിടിച്ചണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ ലൂട്ടണം. ഇത് ഓടുന്ന ഒരു ബോട്ട് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൽ നിന്നുള്ള ലൂട്ടുകളേക്കാരം തോന്നണ്. അങ്ങനെ തന്നെ കാര്യം. അപ്പോൾ നമുക്കത് പ്ലാങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്താ സാധനം? സ്ക്രാപ്പ്. ഈ സ്ക്രാപ്പ് കൊണ്ട് ഇപ്പം എന്താ ഉപകാരം? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെറുതെ ഉള്ളിൽ തരൂലല്ലോ. അത് നമുക്ക് സ്ക്രാപ്പ്, പ്ലാങ്ക്, തോന കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മളെ വെള്ളത്തിൻ്റെ അളവും ഭക്ഷണത്തിൻ്റെ അളവൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പൈച്ചണീൻ്റെ അളവ് ഇപ്പോൾ 77 അല്ല 76. വെള്ളത്തിൻ്റെ അളവ് 71. നമ്മളെ ഹെൽത്ത് 100. കണ്ടോ? അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് നമ്മൾക്ക് എത്ര ഹെൽത്ത്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടായില്ലേ, 13 സെക്കൻഡിൻ്റെ ഉള്ളിൽ ചൂടാവും. നമുക്ക് പിന്നെ ഇപ്പം എന്താ ഇവിടെ പണി? ഇവിടെ അതിൻ്റെ ഇടയിൽ ഡേ കാണിച്ചിട്ടുണ്ട്. 12 മണി 13 മണിയോ 13 മിനിറ്റ്. ഞാൻ ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അഥവാ മണിക്കൂറുകളാണെന്ന്. നമുക്കിതിലാകെ സ്ക്രാപ്പും പ്ലാങ്കൊക്കെ കളക്ട് ചെയ്യലിൻ്റെ പണി. നമ്മൾ വെള്ളത്തിൽ ചാടിക്കണം. മുങ്ങൂല തോന്നുന്നുണ്ടാ. എന്താ നമുക്ക് ഷാർക്കിനെ പിടിച്ചാൽ വെള്ളത്തിൽ ചാടി പോയാലോ? അല്ല നല്ലത്. ഷാർക്കിനെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി പിടിച്ചാൽ. ഈ XP എന്തിനാ ഇപ്പം കിട്ടണേ? ഷാർക്ക് ഇവിടെ ഈ സൈഡിലുണ്ട്. നമുക്ക് ആ ഷാർക്കിനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയി പിടിച്ചാലോ? നമുക്കൊരു സ്പിയർ ഉണ്ടാക്കിയല്ലോ. കുക്കിംഗ് സ്റ്റേഷൻ എടുക്കട്ടെ. ഇവിടെ ബിൽഡ്. ഇവിടെ ഇപ്പോൾ ബിൽഡ് ചെയ്യുക. ഈ മൂലൊക്കെ ചെയ്യുക. അതാകുമ്പോൾ അവിടെ നിന്ന് കുക്ക് ചെയ്യുക, എടുത്ത് നിന്ന്. അടുക്കള സെറ്റ്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ കുക്ക് ചെയ്യാണ്ട് കുക്കഡ് പൊട്ടാറ്റോ
ഇനി കുക്കഡ് പൊട്ടാറ്റോ ആണ്. കുക്കഡ് പൊട്ടാറ്റോ ഒരു പ്ലസ് മാതിരി ഇങ്ങനെ ഇതായിക്കണേ. സ്ക്വയൻസ് നമ്മളിനിപ്പം കുക്കഡ് പൊട്ടാറ്റോ ഇട്ടിക്കണേ. ഇനി നമുക്ക് ഓരോ ഇതിൽ ഊട്ടിക്കാണ്ട് നമുക്ക് പൊട്ടാറ്റോ കണ്ടുപിടിച്ചണം. എന്നിട്ട് അതിൽ പോയി കുക്ക് ചെയ്യാം. പൊട്ടാറ്റോ മാത്രമല്ല, മീനിനെ ഫ്രൈ ആക്കാം. പിന്നെന്തോ മീറ്റ്, ഇറച്ചി, അതും ഫ്രൈ ആക്കാം. ഈ വെള്ളം ചതിച്ച് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടെടുക്കാൻ നിൽക്കുന്നു. നമ്മൾ വാട്ടർ ലെവൽ 43ആയി. നമ്മളിത് വന്ന് രണ്ട് പ്ലാങ്കൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓ ഏതാ ഫാസ്റ്റ് മൂവ്മെന്റ് സ്പീഡാണ്. വാവ്, അത് ഡേ ഇക്കണേ. ഡേ എപ്പോഴും 0 ആണല്ലോ. അപ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണ്ടേ? ചെസ്റ്റിൻ്റെ ആവശ്യം വരും. കാരണം നമ്മൾ ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ചെസ്റ്റിക്ക് ഓരോ സാധനങ്ങളാക്കേണ്ടി വരും. പിന്നെ ബാൻഡേജ് ആവശ്യം ഉണ്ടാവും. ദ ഷാർക്ക് ഈസ് കമ്മിങ്. ഷാർക്കിനോട് വരാൻ പറയുന്ന AK-47 എടുത്ത് വെടിച്ചോളൂ. ഷാർക്ക് ഇറങ്ങിണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയമായിട്ടും കണ്ടില്ലല്ല. ഷാർക്ക് പേടിച്ചു പോയി. AK-47 എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാർക്കിന് മനസ്സിലായി തല പോകുന്നു. എടാ ഇതെന്താ റൗണ്ടിലുള്ള ലൂട്ട് ബോക്സ് ഒക്കെ വരൽ തുടങ്ങിയ? ഇതെന്താ? അതിൽ നിന്ന് പൈസയാണ്. ഷാർക്ക് ഈസ് കമ്മിങ്. ഇതാ ഷാർക്ക് ഇതാ. അയ്യേ, എത്ര ചെറിയ ഷാർക്കാ. നമ്മളൊന്നും കാട്ടണില്ല. ബോട്ട് കടിച്ചണേ. വാട്ട് എ ന്യൂബ് ഷാർക്ക്. ഷാർക്കിനോടൊക്കെ മണ്ടാൻ പറയും. ഇതൊക്കെ എത്ര ഉള്ളൂ. AK-47 ആവശ്യമില്ല. ഒരു സ്പിയറിന് ഷാർക്കിൻ്റെ ആരെങ്കിലും ആവട്ടെ. ഷാർക്കിന് മൂത്താപ്പാൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ആരെങ്കിലും വന്ന് കാണാൻ നമുക്ക് ഓല് അതുക്കും മേലെ ആൾക്കാരെ വന്ന് കാണാൻ നമുക്ക് തീർക്കാൻ പറ്റും. അതൊക്കെ അത്ര ഉള്ളൂ. അപ്പോൾ നമുക്കിനി വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ഷാർക്കിനെ പിടിച്ചാലോ? അതല്ലേ നല്ലത്. ഗുഡ് ഐഡിയ. പക്ഷെ റിസ്ക്കാണ്. ഇപ്പം എനിക്ക് വെള്ളം കുടിച്ചണമെങ്കിൽ തന്നെ വെള്ളത്തേക്ക് ചാടിയാൽ മതിയില്ലേ? വെറുതെ എന്തിനാ വെള്ളം ചൂടാക്കണം? കുറച്ച് ഉപ്പ് വെള്ളമല്ലേ. കുറച്ച് ഉപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവൻ്റെ ബുദ്ധിയാണ് നഷ്ടപ്പെടട്ടെ. ഏതായാലും ബുദ്ധിയില്ല. കണ്ട പ്ലാങ്ക് എല്ലാം കൂടി ഇങ്ങനെ വാരി കൂട്ടണേ. ഗൈസ്, നെറ്റ് ഓഫ് ആക്കാത്തതിൻ്റെ പ്രശ്നമായിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പരസ്യം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നെറ്റ് ഓഫ് ആക്കി. അതിൻ്റെ ഇടയിൽ ലാഗ് അടിച്ച് ആകെ ചടപ്പിച്ച്. ഈ ഗെയിമിൻ്റെ എനിക്കെന്താണോ, ഈ ഗെയിം കളിച്ച് നമ്മൾ പൈതിയൊന്നും നിർത്തി പോവില്ലേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടണം. അല്ലെങ്കിൽ ഒരുമാതിരി ചടപ്പാണ്. ഫസ്റ്റ് നിന്ന് കളി തുടങ്ങി ചടപ്പ്. ഇതാകുമ്പോൾ നിർത്തി പോയോടത്തുനിന്ന് തന്നെയാണ് കിട്ടണം. അടിയിൽ നമ്മൾ ലെവലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ലെവൽ 7. വാവ്, ഇവിടെ എന്താ ഷിപ്പ് എന്താ? നമ്മളെ ഷിപ്പ് വേറെ എങ്ങോട്ടേലും പോവോ? അതേ കാര്യം. പിന്നെ ഐറ്റം നെറ്റ്. ഇവിടെ നെറ്റും കിട്ടുമോ? കടലിൻ്റെ നടുക്ക് നെറ്റ്. വാവ്. അത് നമുക്ക് നെയിലുണ്ടാക്കണം. നെയിൽ എത്ര എണ്ണം വേണം? 7 നെയിൽ വേണം. 5 നെയിലായി. 6, 7, 2 കൂടി. അപ്പോൾ നമുക്ക് ഐ എം ടു ഹംഗ്രി. നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ട്. അപ്പം നമുക്കൊരു പൊട്ടാറ്റാണ് തിന്നാലോ? പച്ച ചാവോ? വിശന്ന് ചാവോ പിന്നെ? അതങ്ങനെ ചത്തുക്കാണെങ്കിലോ? അല്ലേ, അടിപൊളിയാവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവില്ലേ? വേണ്ട. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിലോ? വേണ്ട. നമ്മളടുത്ത് ഇപ്പം തന്നെ തോന്നുന്ന സാധനങ്ങളുണ്ട്. അത് നമ്മളിതാ റോസ്റ്റ് മീറ്റ് ഇതാ അടിച്ച് പൊളിച്ച് ഗ്രില്ലാക്കിക്കണേ. ഇനി ഡ്രിങ്കബിൾ വാട്ടർ. നമ്മൾ ഈ വെള്ളം ചൂടാക്കുക. അതല്ല,
നമ്മളുണ്ടല്ലോ ഇതാക്കണേ, നമ്മൾ പ്ലാങ്കേ കളക്ട് ചെയ്യണേ കടലിൽ നിന്നല്ലേ. ആ പ്ലാങ്ക് നനഞ്ഞിട്ടുണ്ടാവില്ല, അത് മതിരിക്ക് കത്തുമോ? ഇവരെല്ലതും ചൂടാക്കണ്ടല്ലോ. കടലിൽ നിന്ന് എടുക്കുക വെക്കുക. അപ്പോൾ മതിരിക്ക് പ്ലാങ്കുകളൊക്കെ കത്തുമോ? മണി, സപ്ലൈ, റിസോഴ്സ്, ടൂള് വേണ്ട, നമുക്ക് ടൂൾ ഉണ്ടാക്കാം. എന്തിനാപ്പോൾ വെറുതെ റിസ്ക് എടുക്കണേ? ഇതിൽ നമുക്ക് EXP ഇട്ടുണ്ടല്ലോ. EXP ആക്കാറ് ലെവല്. EXP കൂടുമ്പോഴേക്കാരം നമ്മളെ ലെവല് കൂടുന്നത്, കണ്ടില്ലേ? ലെവൽ 8. ഇപ്പം നമ്മൾ മൊത്തത്തിൽ EXP എത്ര എടുത്തിക്കണെന്നാവും. ലെവൽ 8. ഇപ്പോൾ 2 EXP കൂടി. ഇവിടെ ഇതെന്താ ലിറ്റിൽ സ്റ്റോൺ സ്പ്ലിറ്റ് ആക്കിയ ലിറ്റിൽ സ്റ്റോൺ ആക്കണം വേണ്ട. ഇത് നമുക്കിനി ആക്സ് ഇപ്പം എന്തിനാ? നമ്മളിപ്പോൾ മരം വെട്ടാൻ പോകുന്നില്ലല്ലോ. ഫെർണൻസ് ഇതെത്തിനാ? അതും വേണ്ട. പിക്കാക്സ് അതൊന്നും വേണ്ട. നമ്മളിത് ഷിപ്പ് വേ ഉണ്ടാക്കിക്കണേ, ഇനി അത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഷിപ്പ് വേ ഇവിടെ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ബോട്ടിന് ബോട്ടാ തോണിയല്ലേ, നമ്മളെ തോണിക്ക് അടുപ്പിച്ച് മാത്രമേ ഈ ഷിപ്പ് വേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താ ഇവിടെ നിൽക്കിയിട്ടൊന്നും ആവണില്ലല്ലോ. ഇവിടെ പിടിച്ചോ? ഇവിടുന്ന് പിന്നെ തോന്നെ ലൂട്ട് കിട്ടും. കണ്ട പെട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. എന്താ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സാധനങ്ങളൊക്കെ പോവുക എന്താലേ? അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തോ ഒരു നീല കളറിലെ റൗണ്ടിലേ എന്താ? ഞാൻ എന്താ ഇവിടെ കയ്യിൻ്റെ അത് നെക്കിയിട്ട് എന്താവണില്ല അതാവണില്ല. അത്ര തന്നെ. അവന് അടുത്തത് ഏത് മത്സ്യമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഷാർക്ക് എപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ലേ? ഷാർക്ക് 2-3 അടിയും കൂടി കൊണ്ടുവരണം. ഷാർക്ക് ചത്തിനില്ല. ഇവിടെ നിന്ന് ഷാർക്കിനെ പിടിച്ചാലുള്ള സെറ്റപ്പാ. അതായിക്കാണ് പൊളിക്കൂലേ? ഷാർക്കിനെ പിടിച്ചാൽ ഫ്രൈ ആക്കാം നമുക്ക്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഷാർക്കിനെ ഫ്രൈ ആക്കിയാലോ? അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യുക. പിന്നെന്താ ഡേ 1 ഇപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇതിപ്പോൾ നടക്കണ പരിപാടിയല്ലല്ലോ. ഞങ്ങളെ സ്മൈലിൻ്റെ ഇമോജ് 59% ആടാ. അങ്ങനെ നമ്മളെ ഹെൽത്ത് 100 അങ്ങനെ 59 64 സ്മൈലിനായി. നമ്മൾക്ക് വിശക്കുമ്പോഴാണ് ഇത് നമ്മൾ സ്മൈല് കുറയണത്. നമുക്ക് വെള്ളം കുടിക്കണം. പിന്നെ ചെസ്റ്റ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ചെസ്റ്റിനിപ്പോൾ ഇവിടെ വെക്കാം. ഇവിടെ വെക്കാൻ സ്ഥലമല്ലേ, നമുക്ക് ബിൽഡ് ചെയ്ത് കണ്ടൊരു കട്ടമല്ലാണ്ട് വെക്കാം അല്ലേ? ഇവിടെ വെച്ചാലാ? അത് വേണ്ട. കണ്ട അവിടെ നിന്ന് വെക്കണ്ട. നമുക്ക് അവിടെ ബേസ് ബിൽഡ് ചെയ്യാം. ലാക്ക് ഓഫ് മെറ്റീരിയൽസ്. നമുക്ക് അതിനൊരു കയറ് വേണം, റോപ്പ്. ആ റോപ്പ് ഒന്ന് മതി. ഞാൻ റോപ്പ് നമ്മൾ അവിടെ ഒരു ബേസ് ബിൽഡ് ചെയ്യണം. ആ ബേസ് ബിൽഡ് ചെയ്തതിന് ശേഷം അതിന്മേൽ തന്നെ നമുക്ക് ചെസ്റ്റും വെക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാനും നമ്മളെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനും പറ്റൂലേ? അതാണ് നല്ലത്. ഇത് കണ്ടില്ല, നമ്മൾ ഇൻവെൻറ്ററി ഫുള്ളാവാനായി. ഇവിടെ വെച്ചാലോ? സ്റ്റോർസ് ഐറ്റംസ് ഇവിടെങ്കിൽ ഇവിടെ മതി. അത് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കളി ബാക്ക് അടിച്ച് കയറേണ്ട അവസാനത്തെ പ്രശ്നം വന്നേ. അപ്പോൾ എന്താ നമ്മളെ
10 100 പക്ഷേ നമ്മളെ സ്മൈലൊക്കെ ഇപ്പോൾ ആകെ വിഷമത്തിലായിക്കണേ. എനിക്കിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളമല്ല, നമുക്ക് ചെസ്റ്റൊക്കെ ഒന്നും ആക്കാൻ പറ്റണില്ലേ? Day 2 നമുക്ക് ചെസ്റ്റൊക്കെ ഒന്നും ആക്കാൻ പറ്റണില്ല. നമ്മൾ ഇൻവെൻറ്ററി ഫുള്ളായി കണ്ട് ചെസ്റ്റൊക്കെ പോവോ അറിയില്ല. കാരണം നമ്മൾ ഇൻവെൻറ്ററി ഫുള്ളായി കാണുന്ന ചെസ്റ്റൊക്കെ പോകേണ്ടി വരും എന്നാണ് തോന്നണേ. അറിയില്ല. അതവിടെ തോന്നെ പ്ലാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കുറച്ച് ലൂട്ടാം. ഒരു ചെറിയൊരു പ്രശ്നം വന്നേ. നമ്മൾക്ക് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണ്, 15%. ഇതെന്താ കാട്ടണം? ഇപ്പം ചൂണ്ടിടാൻ കുത്തിരിക്കുക. നമ്മൾക്കാണെങ്കിൽ empty can എടുക്കാൻ പറ്റണില്ല. Can to be കണ്ടോ? നമുക്ക് empty can എടുക്കാൻ പറ്റണില്ല. Can to be filled salt water. നമുക്ക് ആ ക്യാന് കിട്ടിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചാൻ പറ്റുള്ളൂ. കണ്ടോ? 8%, 6, 5. നമുക്ക് വെള്ളത്തേക്ക് ചാടിയാലോ? ആകുമ്പോൾ വെള്ളം ഇങ്ങനെ കുടിച്ചോളും. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ പൊന്താം. ഇനിയിപ്പോൾ വെള്ളം കുടിച്ചില്ല, അപ്പോൾ ശ്വാസം പിടിച്ചിരിക്കുന്നുണ്ട്. ആകെ ശ്വാസം മുട്ടും. അപ്പോഴും വെള്ളം കുടിച്ചല്ല. ഇനിയിപ്പോൾ എന്താ കാട്ടുക? 1% ചത്തിയില്ലേ? കണ്ട, നമുക്കാണെങ്കിൽ ലേക്ക് ഓഫ് മെറ്റീരിയൽസ് നമുക്കൊന്നും വെക്കാനും പറ്റണില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടറാ. നമ്മളെ ഹെൽത്ത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ. നമ്മൾക്ക് ആകെപ്പാട് വിശന്നിക്കാണ്ട് ഒന്നും പറയില്ല. ഞാനിപ്പോൾ എന്താ കാട്ടണേ? ഇവിടെ ബേസ് ഉണ്ടാക്കിയ ആ വെള്ളത്തിൻ്റെ ക്യാൻ കൊടുക്കാൻ പറ്റണില്ല. നമ്മളാകെ പെട്ടു നമ്മൾ. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒന്നും കാട്ടില്ല. മീനിനെ പിടിച്ച അതാ നല്ലത്. കണ്ടോ? ഫിൽഡ് വിത്ത് ക്യാൻ ബി ഫിൽഡ് വിത്ത് സാൾട്ട് വാട്ടർ. അത് നടക്കണേ. നമുക്ക് അതിൽ മീനിനെന്തെങ്കിലും കിട്ടാൻ നോക്കാം. അതുപോലെ രണ്ടാമത്തെ ഡേ രാത്രിയായി. മീനിന് കിട്ടുമോ? ഏതിന് കിട്ടുക? ഇനിയിപ്പോൾ ഷാർക്ക് അങ്ങനെ വന്ന് കുത്തിയാലോ? അപ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 26. നമ്മളെ വെള്ളത്തിൻ്റെ അംശം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാൻഡേജ് ഉണ്ടാക്കി കെട്ടേണ്ടി വരും. 5 നമ്മൾ ബാൻഡേജ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പെട്ടെന്ന് ഉപയോഗിച്ചൂടെ? നമ്മൾ പരമാവധി ഇത് സർവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ ഇത് ക്യാൻ എടുക്കാൻ പറ്റണില്ല. എന്നാലേ നമുക്ക് വെള്ളം മുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വെള്ളം മുക്കി കുടിച്ചണ്ടേ? പറ്റണില്ല. നമ്മളേ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. പൊട്ടാറ്റോ തിന്നുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറയും, പക്ഷെ നമുക്ക് വിശപ്പ് മാറും ചെയ്യും. അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ വെള്ളത്തിൻ്റെ അംശം കൂടാൻ വേണ്ടി കുറച്ച് പൊട്ടാറ്റോ തിന്ന്. എന്ത് ചെയ്യാൻ? നമുക്കൊരു ഉണ്ടാക്കാൻ 2 റോപ്പും 2 നെയിലും മതി. ഈ 2 റോപ്പ് 2 നെയിലും കൂടി കിട്ടിയിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റെയർ ഉണ്ടാക്കാം. പക്ഷേ സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് പത്ത കാര്യം? നമ്മളിപ്പോൾ ചാവൂലേ? ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ചാവാനായി. കണ്ട, ഇപ്പോഴും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. empty can എടുക്കാൻ പറ്റണില്ല. അതാണ് നമ്മളിതാ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമുക്ക് വേറെ ഗെയിം നോക്കാം. ഈ ഒക്കെൻ സർവേ നമ്മൾ നൈസായി കണ്ട് ചാമ്പിക്കണം.